I am coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിൻ അടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ, കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ, കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നത്. ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ റേമ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമല്ലേ? കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ആനന്ദമുള്ളവരാകണം. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിൻ്റെ മധ്യേ നാം ആനന്ദമുള്ളവരാകണം. ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളും ആവശ്യങ്ങളൊക്കെ സന്ദേശമായിട്ട് അയക്കാം. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ചൊരു മനസ്സോടെ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. രോഗശാന്തികളും ഡെലിവറൻസുകളും സൗഖ്യങ്ങളും മാനസാന്തരങ്ങളും നമുക്ക് ആവശ്യമായ ആത്മീയ ഭൗതികമായ നന്മകളെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രദാനം ചെയ്യും. പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 73-ാം സങ്കീർത്തനം 28-ാമത്തെ തിരുവചനമാണ്. കർത്താവിന്റെ വചന പ്രകാരമാണ് പറയുന്നത്: എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിന് ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും. എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും. ഈ തലമുറയിൽ കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന വിളിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കുന്ന മേഖലകളിൽ എന്തുമാത്രം നന്മകളെ കർത്താവ് ചെയ്തിരിക്കണേ. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ വിധത്തിൽ ഒരുപാട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കർത്താവ് ഇറങ്ങി വന്ന് ഇടപെട്ട എത്രയെത്ര അനുഭവങ്ങൾ നമുക്കുണ്ട്. ധീരതയോടെ നമുക്ക് പറയാൻ പറ്റണം, എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തികൾ ഞാൻ പ്രഘോഷിക്കും. അപ്പോസ്തല പ്രവർത്തനം 4:20 വീണ്ടും
ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്, പത്രോസ്ലീഗായും വിശുദ്ധ യോഹന്നാനും ഒരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സാക്ഷ്യം നൽകുവാനുള്ള അവരുടെ കമ്മിറ്റ്മെന്റ്. ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമർപ്പണ ബോധത്തിലേക്ക് നമ്മൾ വളരണം. എന്താണ് സ്ലീഹന്മാര് പറഞ്ഞത്? ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ കർത്താവിനെ സാക്ഷ്യം നൽകും, ഞങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കും. കർത്താവിന്റെ പ്രവൃത്തികള്, കർത്താവ് ചെയ്ത നന്മകള്, കർത്താവിന്റെ കാരുണ്യം, കർത്താവിന്റെ വിശ്വസ്തത, കർത്താവിന്റെ സ്നേഹം ഞങ്ങൾ പ്രഘോഷിക്കും. ഞങ്ങൾക്ക് അതിനൊന്നും തടസ്സമല്ല. അധികാരികൾ അവരെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി. ഭീഷണിയുടെ മുൻപിൽ ചങ്കുറപ്പോടെ അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രഘോഷിക്കും. ആ ഇവാഞ്ചലൈസേഷൻ സീൽ നമ്മളിൽ വർദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ സുവിശേഷ വൽക്കരണത്തിന്റെ തീ കത്തണം. നമ്മുടെ യുവജനങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, സമർപ്പിതരിൽ, വന്യ വൈദികരിലെല്ലാം സുവിശേഷ വൽക്കരണത്തിന്റെ കാറ്റ് ആഞ്ഞടിക്കുവാൻ നമ്മൾ ചങ്ക് പൊട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തികൾ ശക്തിയോടെ വെളിപ്പെടണമെങ്കിൽ കാലത്തിന്റെ സൂചനകൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും കർത്താവിന് സാക്ഷ്യം നൽകുവാൻ തയ്യാറാകണം. അപ്പോസ്തല പ്രവർത്തനം 4:33 വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാര് കർത്താവായ യേശുവിന്റെ ഉത്ഥാനത്തിന് ശക്തിയോടെ സാക്ഷ്യം നൽകുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പ്രഘോഷിക്കപ്പെട്ട തിരുവചന സത്യങ്ങളെ പരിശുദ്ധാത്മാവ് സ്ഥിരീകരിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും വിശ്വാസത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ ആത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെടുകയാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സൗഖ്യങ്ങളാലും മാനസാന്തരങ്ങളാലും ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സാക്ഷ്യം നൽകി. ഈ തലമുറയിൽ ഞാനും നിങ്ങളും കർത്താവിനെ ശക്തിയോടെ സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ വിളിയോട് യെസ് പറയാൻ നമ്മൾ എത്ര പേര് ഒരുക്കമുള്ളവരാണ്? നമ്മൾ എത്ര പേര് തയ്യാറാണ്? കർത്താവേ, ഞാൻ റെഡിയാണ്. കർത്താവേ, ഞാൻ അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ഒരു സമർപ്പണ ബോധത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സുവിശേഷ വൽക്കരണത്തിന്റെ ദർശനങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സുവിശേഷ തീ ഞങ്ങളിൽ കത്തിക്കണമേ. ഇവാഞ്ചലൈസേഷൻ സീൽ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ കുടുംബങ്ങളിൽ വചനത്തിന്റെ അഭിഷേകം പകരണമേ. വചനത്തിന്റെ കുടുംബങ്ങളാക്കി മാറ്റണമേ. വചനത്തിന്റെ നിറമുള്ള മണമുള്ള ജീവിതങ്ങളാക്കി മാറ്റണമേ. കരങ്ങൾ അല്പം ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സുവിശേഷത്തിന്റെ തീ, ഇവാഞ്ചലൈസേഷന്റെ ഫയർ ഞങ്ങളിൽ കത്തിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പകരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക വരിക. ആത്മാവിനെ വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, പരിശുദ്ധാത്മാവ് വരിക. വചനത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കം ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. നമുക്ക് വലിയ ആനന്ദത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വരികൾ പാടി കർത്താവിനെ സാക്ഷ്യം നൽകുവാനുള്ള തീരുമാനത്തോടെ എവിടെയായിരുന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ ഉയർത്തും, ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും, ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷ്യം നൽകും. ഈ ഒരു ഉറച്ച തീരുമാനത്തോടെ നമ്മൾ ഒരുമിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി നമ്മൾ ആയിരിക്കുന്നിടത്ത് ആരാധിച്ച് ആരാധിച്ച് പാടുകയാണ്. worship Lord. Hallelujah. നന്ദി കർത്താവേ. ഉണരൂ ഉണരൂ തിരുസഭയെ,
യേശുവിനെ ഉയർത്തിടുവാൻ ഉണരൂ ഉണരൂ ദൈവജനമേ, യേശുവിനെ ഘോഷിക്കുവാൻ ഉണരൂ എല്ലാവരും ഒരുമിച്ച് സഭയെ യേശുവിനെ ഉയർത്തിടുവാൻ ഉണരൂ 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 ദൈവജനമേ, യേശുവിനെ ഘോഷിക്കുവാൻ. ഭാരതമാകവേ സുവിശേഷത്തിൽ കാറ്റായി വീശിടുവാൻ, ഭൂതലമാകവേ സുവിശേഷത്തിൽ മഴയാം പെയ്തിടുവാൻ. ചേർന്ന് പാടിയേ. ഭാരതമാകവേ അഭിഷേകത്തിൽ കാറ്റായി വീശിടുവാൻ, ഭൂതലമാകവേ സുവിശേഷത്തിൽ മഴയായി പെയ്തിടുവാൻ. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. ഉണരൂ ഉണരൂ തിരുസഭയെ യേശുവിനെ ഉയർത്തിടുവാൻ. ഉണരൂ ഉണരൂ ദൈവജനമേ, യേശുവിനെ ഘോഷിക്കുവാൻ. ഭാരതമാകവേ അഭിഷേകത്തിൽ കാറ്റായി വീശിടുവാൻ, ഭൂതലമാകവേ സുവിശേഷത്തിൽ മഴയായി പെയ്തിടുവാൻ. ഞാനും അതിലൊരു പങ്കാളി, ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. പാടുകയാണ്. യേശുവിന്റെ പോരാളി. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. തീരുമാനത്തോടെ കർത്താവേ എന്നെ ഉപയോഗിക്കണമേ, എന്റെ കുടുംബത്തെ അങ്ങ് ഉപയോഗിക്കണമേ, പ്രയോജനപ്പെടുത്തണമേ. യേശുവിന്റെ പോരാളി, യേശുവിന്റെ പോരാളി, യേശുവിന്റെ പോരാളി. ഇരു കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ വരണമേ, ശക്തിയോടെ വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, ഉദ്യോഗങ്ങളിലേക്ക് വരണമേ, യുവജനങ്ങളിലേക്ക് വരണമേ, സമർപ്പിതരിലേക്ക് വരണമേ. എല്ലാ വന്യ വൈദികരും നിറയണമേ. ദേശങ്ങളിൽ, രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങളിൽ കത്തിപ്പടരണമേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി. അമ്മ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബങ്ങളും സമൂഹങ്ങളെല്ലാം സുവിശേഷവൽക്കരണത്തിന്റെ കുടുംബങ്ങളും സമൂഹങ്ങളായി മാറുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മ സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രമാണല്ലോ. അമ്മ മാതാവിന്റെ കരം പിടിച്ച് മക്കൾ ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ചേർന്ന് പാടിക്കേ. ആവേ 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 മരിയ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥമേകണമേ. അമലേ മരിയേ. അമലേ അമലേ മരിയേ. അമലേ അമലേ കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ നമ്മുടെ ആത്മാവിൽ പ്രകാശിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്കായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, സാക്ഷികളായില്ലെങ്കിൽ പ്രതികളാകും. നമ്മളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. സാക്ഷികളായില്ലെങ്കിൽ പ്രതികളാകും.
ഈ വചനത്തോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മൾ അറിയിക്കുന്നത്? യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്താണ് കർത്താവിന് നമ്മോട് പറയുവാനുള്ളത്? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. തിരുസഭയിലൂടെ വിവിധങ്ങളായ ശുശ്രൂഷകൾ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുക. വ്യത്യസ്തങ്ങളായ മിനിസ്ട്രികൾ, വ്യത്യസ്തങ്ങളായ തിരുവചന ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ, ഒത്തിരി കർത്താവ് ഈ നാളുകളിൽ നമുക്ക് തരുന്നുണ്ട്. ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം എന്താണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറണം. സാക്ഷികളാകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ശുശ്രൂഷകൾ? യൂട്യൂബിലൂടെയും ഓൺലൈനിലൂടെയും ടെലിവിഷനിലൂടെയും സൂമിലൂടെയും എന്തുമാത്രം ശുശ്രൂഷകളിലാണ് നമ്മളൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഈ ശുശ്രൂഷകളിലൂടെയെല്ലാം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അവൻ്റെ ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറണം. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് അറിയിക്കുന്ന കാര്യമുണ്ട്. എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണ്. ഞാൻ പലപ്പോഴും ആ വചനം ധ്യാനിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോടാണ് ഇത് അറിയിക്കുന്നത്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. നമ്മുടെ കർത്താവിനെ സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. കർശനമായ ഭാഷയിലാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുക, തിമോത്തിയോസേ, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്, നാണിച്ചു പോകരുത്, നീ പിന്മാറി പോകരുത്. കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നമ്മുടെ അവകാശമാണ്, അത് ആനന്ദമാണ്, അത് അനുഗ്രഹമായി കാണുവാൻ വിശുദ്ധ പൗലോസ് സഭാമക്കളെ അറിയിക്കുകയാണ്. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. 1:8 നമുക്ക് സുപരിചിതമായ വചനമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഈ വാക്കുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് നിങ്ങൾ എനിക്ക് സാക്ഷികളാകും, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് സാക്ഷികളാകാനാണ്. കർത്താവ് ഈ തലമുറയിൽ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ സാക്ഷികളായി തീരുവാനാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അപ്പോയിന്റ്മെന്റ്, നിയോഗം ഞാനും നിങ്ങളും സാക്ഷികളാകാനാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, എന്താണ് നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മൾ അറിയിക്കുന്നത്? ദൈവനിഷേധവും ദൈവദൂഷണവും നിരീശ്വരത്വം കൊടികുത്തി വാഴുന്ന നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസത്യാഗം, മതപീഡനങ്ങൾ. നമുക്കറിയാം, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നൈജീരിയയിലൊക്കെ ബൊക്കോ ഹറാം തീവ്രവാദികളോട് ബന്ധപ്പെട്ട് എന്തുമാത്രം പീഡനങ്ങളാണ് നടക്കുന്നത്. ഓരോ ദിവസവും നൂറുകണക്കിന് വ്യക്തികളാണ് തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി, കർത്താവായ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. മതപീഡനങ്ങള്, വിശ്വാസത്യാഗങ്ങള്, ലോകവ്യാപകമായ അക്രമങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള്, ദുരന്തങ്ങള്, പാപത്തിന്റെ അതിപ്രസരങ്ങൾ എന്നുവേണ്ട ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് അടയാളങ്ങളെല്ലാം കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ്
തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സാധിക്കുന്നവരെ സ്ക്രീനിലോട്ട് നോക്കി വായിക്കുക. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് സഭയെ അറിയിക്കുകയാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ, അവസാന നാളുകളിൽ, അന്ത്യനാളുകളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ അപ്രകാരം ഒരു കാലത്തിലാണ് എത്തി നിൽക്കുന്നത്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് സ്വർഗം തെരഞ്ഞെടുത്ത 3 ഇടയ കുഞ്ഞുങ്ങൾ നമുക്കറിയാം. ജസീന്തയും ഫ്രാൻസിസും ലൂസിയും. ജസീന്തയും ഫ്രാൻസിസും കുഞ്ഞുനാളിൽ തന്നെ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോയി. ലൂസി ഈ ലോകത്തിൽ നടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാൻ വേണ്ടി വളരെ വർഷങ്ങൾ ലോകത്തിൽ ജീവിക്കുവാൻ കർത്താവ് അവളെ അനുവദിച്ചു. ലൂസി മരിക്കണേക്കാൾ തൊട്ടു മുൻപ് പരിശുദ്ധ അമ്മ സിസ്റ്റർ ലൂസിയോട് പറഞ്ഞു, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടം. വീണ്ടും അമ്മ അവളെ അറിയിച്ചു, ഇതൊരു നിർണായക യുദ്ധമാണ്, ഫൈനൽ ഫൈറ്റ്. നമ്മളൊരു അന്തിമ യുദ്ധത്തിലാണ്. വെളിപാടിലെ സ്ത്രീയും അഗ്നിമയനായ സർപ്പവും തമ്മിലുള്ള ഘോര യുദ്ധം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ മറിയത്തിന് വലിയ റോള് ത്രിയേകതയും നൽകിയിട്ടുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം സഭാ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. നമ്മൾ അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൗലോസ് പറയുക, ഈ അന്ത്യനാളുകളിലുള്ള മനുഷ്യർ എങ്ങനെയുള്ളവരായിരിക്കും? അവർ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും. ഒരിക്കൽ കൂടെ വചനം ഡിസ്പ്ലേ ചെയ്ത് 2 തിമോത്തി 3:2 അവിടെ എടുത്തു പറയുകയാണ് പൗലോസ്ലീഗ, ദൈവദൂഷകരും. എല്ലാവരും ഒരുമിച്ച് ഉറക്കെ പറഞ്ഞേ, ദൈവദൂഷകരും. ദൈവത്തെ ദുഷിക്കുന്നവര്, ദൈവിക കാര്യങ്ങളെ നിന്ദിക്കുക, ദൈവിക കാര്യങ്ങളെ പരിഹസിക്കുക, ആത്മീയ കാര്യങ്ങളെ പുച്ഛിക്കുക, കർത്താവിന്റെ നാമത്തെ അധിക്ഷേപിക്കുക, കർത്താവിന്റെ സുവിശേഷത്തെ അധിക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികള്, അത്തരത്തിലുള്ള രീതികളെല്ലാം ഒരുപാട് വർദ്ധിക്കുമെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ വിശുദ്ധ പൗലോസ് സഭയെ അറിയിച്ചു. ദൈവദൂഷകരും ദൈവനിന്ദകരും അവസാന നാളുകളിൽ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ, മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതുപോലുള്ള പ്രവർത്തികളല്ല. ഇതൊന്നും അവിചാരിതമല്ല പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാലത്തിന് അടയാളമാണ്. വീണ്ടും തിമോത്തിയോസ് 2-ാം ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഈ അവസാന നാളുകളിൽ, അന്ത്യനാളുകളിലെ മനുഷ്യരുടെ പ്രത്യേകത വീണ്ടും കർത്താവിന്റെ ആത്മാവ് എടുത്തു പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരെ. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം. നമുക്കറിയാം, ഇന്ന് കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുവാൻ, കുദാശകളെ സ്നേഹിക്കുവാൻ, വിശുദ്ധ കുർബാനയെ, കുംഭസാരത്തെ, ആത്മീയ കാര്യങ്ങളെ, ദൈവിക കാര്യങ്ങളെ, ദൈവം നൽകുന്ന ആലോചനകളെ സ്നേഹിക്കുവാൻ ഇന്ന് അനേകർക്ക് കഴിയുന്നില്ല. പകരം സുഖഭോഗങ്ങൾ, സുഖലോലുപത, സ്പിരിറ്റ് ഓഫ് വേൾഡ്, ലോകത്തിന്റെ ആത്മാവിനാൽ അവർ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പിടിയിൽ ഇന്ന് അനേകരെ അമർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായി പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്, അവസാന നാളുകളിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള അനേക മനുഷ്യരുണ്ടാകും. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കണം. കർത്താവിനെ സ്നേഹിക്കുവാനും
ആത്മാർത്ഥമായി കർത്താവിനെ പിൻപറ്റുവാനും നമ്മുടെ കർത്താവിനെ ചങ്കുപറിച്ച് അഭിമാന ബോധത്തോടെ സാക്ഷ്യം നൽകുവാൻ അധികം ആളുകൾ ഇല്ല പ്രിയപ്പെട്ടവരെ. നാളുകളില് മെജോറിറ്റി പിശാചിന്റെ പിടിയിലാണ്, ലോകത്തിന്റെ പിടിയിലാണ്, വഴിവിട്ട ലൈംഗികതയുടെ പിടിയിലാണ്, വ്യഭിചാരത്തിന്റെയും മദ്യത്തിന്റെയും സുഖലോലുപതയുടെയും പിടിയിലാണ്. ഇവിടെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി വർദ്ധിക്കുന്നത്, നമ്മുടെ ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുന്നത്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തെ അറിയിക്കുന്നു. റോമക്കാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വചനം. 1:22 എന്താ പരിശുദ്ധാത്മ പറയുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കാം. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. 21-ാമത്തെ വചനം 21, റോമർ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത, ഇതൊക്കെ പലപ്പോഴും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാ. പല അനുഭവങ്ങളിലൂടെ, പല സംഭവങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, ദൈവവചനത്തിലൂടെ, ആത്മീയ ശുശ്രൂഷകളിലൂടെ എല്ലാം കർത്താവ് തന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പലരും കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവരാ, കർത്താവിന്റെ വിശ്വസ്തത അനുഭവിച്ചവരാ, കർത്താവിന്റെ കാരുണ്യവും ദയവും ഒരുപാട് സ്വന്തമാക്കിയവരാ. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും ചില സുഖങ്ങൾക്ക് വേണ്ടി, ശരീരത്തിന് നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ലോകം തരുന്ന നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി കർത്താവിന്റെ സ്നേഹം അറിഞ്ഞ, കർത്താവിന്റെ കാരുണ്യം മനസ്സിലാക്കിയ ഞാനും നിങ്ങളും പലപ്പോഴും കർത്താവിനെ ചവിട്ടിക്കളയുകയാണ്, നമ്മൾ കർത്താവിനെ അവഗണിക്കുകയാണ്. അതാണ് പൗലോസ് പറയുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവ അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ദൈവത്തെ അറിഞ്ഞാലും അവർ ദൈവത്തെ സ്നേഹിച്ചില്ല, ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല, കർത്താവിന് യോഗ്യമാം വിധം ജീവിച്ചില്ല. 28-ാമത്തെ വചനം 1:28 വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ഈ വചനം ഉറപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ തലമുറയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അനേകര് ഈ ഒരു ബോണ്ടേജിലാണ്. ദൈവത്തെ അവർ അറിയുന്നുണ്ടെങ്കിലും സ്നേഹിക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ ആരാധിക്കാൻ പറ്റുന്നില്ല, ജീവിതം കർത്താവിനായി സമർപ്പിക്കാൻ പറ്റുന്നില്ല. 1:28 നമുക്ക് വായിക്കാം. റോമർ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി. ഇതാണ് ഈ തലമുറയുടെ അടിസ്ഥാന പ്രശ്നം. ദൈവത്തെ അംഗീകരിക്കുന്നത്, ഞാൻ നിരീശ്വരനാണ്, ഞാൻ എത്തീസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ലോകത്തിന് കയ്യടി കിട്ടും. ബുദ്ധിജീവി, ഞാൻ ഭയങ്കര ബുദ്ധിജീവിയാണ്, ഞാൻ ജീനിയസ് ആണ്, എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്, എനിക്ക് ഭയങ്കര പ്രാപ്തിയുണ്ട്, കാര്യങ്ങൾ ഞാൻ വളരെ അപ്ഡേറ്റഡ് ആണ്. ഈ ദൈവം എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ചുമ്മാ വിവരമില്ലാത്തവർക്ക് പറഞ്ഞ പരിപാടിയല്ലേ, അതൊക്കെ ഒരു ബോധമില്ലാത്തവർ പറഞ്ഞ പരിപാടിയല്ലേ. സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹം മാനിക്കണമെങ്കിൽ ഭയങ്കര ജീനിയസ് ആവണം. അപ്പോ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പോരായ്മയാണ്. പൗലോസ് ഇതാ പറയുന്ന, ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി അവർ കരുതി. ഇത് ഈ തലമുറയുടെ അടിമത്തമാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കേണ്ടത്. എന്തിനാ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്? എന്തിനാ കർത്താവ് നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുന്നത്? ഈ തിരുവചന സത്യങ്ങൾ ഇങ്ങനെ കേട്ട് പോകാനല്ല, കുറെ ഇൻഫർമേഷൻ കിട്ടാനല്ല. ഈ തലമുറയിൽ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകാൻ, കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. അപ്പൊ അതിനെ നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം, അവർ കരുതി. തന്മൂലം അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളവർക്ക് എന്താ പറ്റുന്നത്? വഴിവിട്ട ലൈംഗികമായ അരാജകത്വത്തിലേക്ക് അവർ വീണു പോവുകയെ, പിശാച് അവരെ ബന്ധിക്കുകയാണ്. കണ്ടോ, അധമ വികാരത്തിനും
അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ശ്രദ്ധിക്കണം, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നൊരു വ്യക്തിയാണോ നീ? എന്റെ സഹോദര, നീ വലിയ നാശത്തിലേക്കാണ് പോകുന്നത്. സഹോദരി, നീ വലിയ ദുരിതത്തിലേക്കാണ് പോകുന്നത്. രക്ഷപ്പെടാനാവാത്ത വിധം ഭയങ്കരമായ തകർച്ചയിൽ നിബന്ധിക്കുകയാണ്. ഇന്ന് ഈ തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന വിഷയം ഇവിടെയാണ് പ്രിയപ്പെട്ടത്. ഇവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 10,000ങ്ങളോട് പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണോ? നമ്മുടെ ജീവിതം അഭിഷേകത്താൽ നിറയണോ? നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം ഇറങ്ങി വരണോ? നമ്മുടെ വരുമാന മാർഗങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണോ? നമ്മുടെ ദുഃഖങ്ങൾ ആനന്ദമാകണോ? നമ്മുടെ അസാധ്യതകൾ സാധ്യതകളായി തീരണോ? നമ്മുടെ പ്രതികൂലങ്ങളിൽ ദൈവശക്തി ഇടപെടണമോ? എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? ഇന്ന് പലരും പറയാറുണ്ട്, സഹോദര പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറയാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഒരു ആലോചന തരികയാണ്. ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. നമ്മൾ അനുഭവിക്കുന്ന അനേകം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം വെളിച്ചം വീശുകയാണ്. എന്താണ് പരിശുദ്ധ നമ്മൾ അറിയിക്കുന്നത്? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 2-3 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ 1-2 വചനങ്ങൾ, 2-3 1-2 വചനങ്ങൾ, 4-ാം അധ്യായം 1-2 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിന്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുൻപാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ പ്രകാരം ചുമതലപ്പെടുത്തുന്നു. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. എന്താണ് കൊടുക്കുന്ന ഉത്തരവാദിത്വം? വചനം പ്രസംഗിക്കുക. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞ്, വചനം പ്രസംഗിക്കുക. വചനത്തിന് സാക്ഷ്യം നൽകുക. വചനത്തെ ഉയർത്തുക. പൗലോസ് പറയാണ്, വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ നീ വർത്തിക്കുക. നീ വചനം പ്രസംഗിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നിയോഗം ഇതാണ്. നമ്മുടെ വിളി ഇതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇതിലേക്കാണ്. കർത്താവ് നമുക്ക് തരുന്ന അപ്പോയിന്റ്മെന്റ്, ശുശ്രൂഷ, നിയോഗം ഇതാണ്. നീ വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് ഓടി നടന്നിങ്ങനെ വചനം പ്രസംഗിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. നീ വചനത്തിന് സാക്ഷ്യം നൽകണം. കർത്താവ് എന്തിനാ സഹോദരൻ നിന്നെ ഡോക്ടറാക്കിയത്, സഹോദരി നിന്നെ ഡോക്ടറാക്കിയത്? കർത്താവിന് വേണ്ടിയും നീ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടിയുമാണ്. നിന്നെന്തിന് എഞ്ചിനീയർ ആക്കിയിരിക്കുന്നത്, നിന്നെ അഡ്വക്കേറ്റ് ആക്കിയിരിക്കുന്നത്, ടീച്ചർ ആക്കിയിരിക്കുന്നത്, ഒരു ബിസിനസ്സുകാരനാക്കിയിരിക്കുന്നത്, ഒരു ഡ്രൈവർ ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ആക്കിയിരിക്കുന്നത്, ഒരു കർഷകനാക്കിയിരിക്കുന്നത്, വീട്ടമ്മയാക്കിയിരിക്കുന്നത്, ഏത് തുറയിൽപ്പെട്ടവരാവട്ടെ നമ്മള്, ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ എന്തിനാ ദൈവം നമുക്ക് ഈ സാധ്യത തന്നിരിക്കുന്നത്? നമ്മളിങ്ങനെ സേഫ് സോണിൽ സുഖമായി ഇരിക്കാനാണോ? നമ്മളായിരിക്കുന്ന കംഫർട്ട് സോണിൽ നമ്മളിങ്ങനെ സുന്ദരമായി ആ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ പാടി കർത്താവിനെ ആരാധിച്ച് അല്ല പ്രിയപ്പെട്ടവരെ. അത് മാത്രമല്ല, കർത്താവിന് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ സാധ്യതകളൊക്കെ തന്നിരിക്കുന്നത്. അതാണ് പൗലോസ് പറയുന്നത്. നീ ഡോക്ടറാണ്, നീ വചനത്തിന് സാക്ഷ്യം നൽകണം. നീ എഞ്ചിനീയർ ആണോ, വചനത്തിന് സാക്ഷ്യം നൽകണം. അധ്യാപകനാണോ, അധ്യാപികയാണോ, വചനത്തിന് സാക്ഷ്യം നൽകണം. നീ ബിസിനസ്സുകാരനാണോ, വചനത്തിന് സാക്ഷ്യം നൽകണം. നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ജോലി എന്ത് തന്നെയാവട്ടെ, അത് കർത്താവിന് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി. ഈ ഒരു ആഴമേറിയ ബോധ്യത്തിലേക്ക് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ കടന്നു വന്ന് നമ്മൾ അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അനേകം പ്രശ്നങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരും.
ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ, നിന്റെ മാനസിക വിഷയങ്ങളിൽ, നിന്റെ കുടുംബ കാര്യങ്ങളിൽ, മക്കളുള്ള ബന്ധത്തിൽ, വരുമാന മാർഗങ്ങളുള്ള ബന്ധത്തിൽ, നിന്റെ ആവശ്യത്തുള്ള ബന്ധത്തിൽ കർത്താവ് ഇടപെടുന്നത് പ്രകടമായിട്ട് അനുഭവിക്കാൻ പറ്റും. നിങ്ങളെ ഒന്ന് ഇമോഷണൽ ആക്കാൻ പറയല്ല പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ഈ നിയോഗം ഞാനും നിങ്ങളും ചെയ്യാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തടസ്സപ്പെട്ടു പോകുന്നതിന് കാരണം, ദുരിതങ്ങൾ മാറിപ്പോകാത്തതിന് കാരണം, തകർച്ചകൾ മാറിപ്പോകാത്തതിന് കാരണം നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, വചനം വായിക്കാഞ്ഞിട്ടല്ല. പലപ്പോഴും ഈ നിയോഗം നമ്മൾ അനുസരിക്കുന്നില്ല, ഈ വിളിയോട് നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നു. കർത്താവ് നൽകി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അവഗണിച്ചു കളയുന്നു. ശ്രദ്ധിക്കണമേ, വചനത്തിന് സാക്ഷ്യം നൽകുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈ അവബോധം ഉണ്ടാവണം. സാക്ഷികളായില്ലെങ്കിൽ പ്രതികളാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുകൊണ്ട് കർത്താവിന് സാക്ഷ്യം നൽകേണ്ടത്? നമ്മളൊരു കാര്യം തിരിച്ചറിയണം. കർത്താവിനെ സാക്ഷ്യം നൽകുവാനുള്ള നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് എന്തായിരിക്കണം? പക്ഷെ പൗലോസ് പറഞ്ഞു തരുന്നുണ്ട്. കൊരിന്ത്യർക്കാർക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. അവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. കർത്താവിന് സാക്ഷ്യം നൽകാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് തിടുക്കമുണ്ടോ? ആഗ്രഹമുണ്ടോ എങ്കിൽ ഒരു സമർപ്പണത്തിന് തയ്യാറാകണം. കുടുംബമായി നിങ്ങൾ സാക്ഷ്യം നൽകണം. ഇതിനേക്കാൾ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനുണ്ടോ? ഇതിനേക്കാൾ വലിയ നന്മ നമുക്ക് അനുഭവിക്കാനുണ്ടോ? നമ്മുടെ കർത്താവിനെ ഉയർത്തുന്നതിൽ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹം ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല. അത്രയും പ്രഷ്യസ് ആണ് കർത്താവിന് വേണ്ടി നിൽക്കുക, കർത്താവിന് വേണ്ടി സംസാരിക്കുക, കർത്താവിനെ ഉയർത്തുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, ജീവിക്കുക എന്നുള്ളത്. ഇതിന്റെ യഥാർത്ഥ മഹത്വം നിത്യതയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള പ്രിയപ്പെട്ടവരെ. പക്ഷെ പൗലോസ് പറയുന്നുണ്ട്. എന്താ പൗലോസ് പറയുന്നത്? ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. The love of Christ. The love of Christ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം തരുന്നു. എന്തിനു വേണ്ടി? സാക്ഷ്യം നൽകാൻ. അവര് പറഞ്ഞത് കൊണ്ടോ, ഇവര് പറഞ്ഞത് കൊണ്ടോ, ധ്യാനഗുരു പറഞ്ഞത് കൊണ്ടോ, വികാരിച്ചൻ പറഞ്ഞത് കൊണ്ടോ, എൻ്റെ അപ്പം പറഞ്ഞതുകൊണ്ട്, അമ്മ പറഞ്ഞതുകൊണ്ടോ ഒന്നല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കർത്താവിന്റെ സ്നേഹമാണ്. പൗലോസ് പറയാ, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു അവനെ സാക്ഷ്യം നൽകുവാനായിട്ട്. നമ്മുടെ ഹൃദയത്തിൽ ഈ സ്നേഹത്തിന്റെ സ്പാർക്ക് ഉണ്ടായാൽ നമ്മുടെ ലെവല് മാറും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ സ്നേഹത്തിന്റെ സ്പാർക്ക്. എന്തുകൊണ്ട് ഇന്ന് അനേക രക്തസാക്ഷികളാകുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് വേറെ പണിയും തൊഴിലും കിട്ടാഞ്ഞിട്ടല്ല, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു പ്രാർത്ഥിക്കുവാനായിട്ട്, മുട്ടുമടക്കുവാനായിട്ട്, കണ്ണുനീരോടെ കൈവിരിച്ച് നിലവിളിക്കുവാനായിട്ട്. എന്റെ കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഈ ലോകത്തിൽ വക്രതയും ദുഷിപ്പും അരാജകത്വം നിറഞ്ഞ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നത് എന്റെ കർത്താവിന്റെ സ്നേഹമാണ്. The love of Christ. ജീസസ്. ക്രിസ്തുവിന്റെ സ്നേഹം വിശുദ്ധിയോടെ ജീവിക്കാൻ. അല്ലെ സ്വർഗം കിട്ടുമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല, അത് കർത്താവ് തരുന്ന സമ്മാനമാണ്. അതിനേക്കാൾ ഉപരി എന്റെ കർത്താവിന്റെ സ്നേഹം എന്നെ കമ്പൽ ചെയ്യാണ്, എന്നെ നിർബന്ധിക്കുകയാണ്, ഉത്തേജിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഇവാഞ്ചലൈസേഷന്റെ അടിസ്ഥാനം അതാണ്, സാക്ഷ്യത്തിന്റെ അടിസ്ഥാനം അതാണ്. എന്തുകൊണ്ട് ഈ വചനം നിങ്ങൾ അറിയിക്കുന്നത്? കർത്താവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമക്കാർക്കുള്ള ലേഖനം 14:8 എന്താ പൗലോസ് പറയുന്നത്? 14:8 ആകയാൽ നാം ജീവിക്കുന്നെങ്കിൽ
കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം ആ കർത്താവിനുള്ളവരാണ്. വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ്. കർത്താവിനുള്ളവരാണ്. അനേകം മിഷണറിമാരുടെ ജീവിതം എടുത്ത് പഠിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മിഷണറിയാണ് ജിം മേലിയാട്ട്. ഇക്കഡോറിൽ ഔക്ക എന്ന് പറയുന്ന ഒരു ഗോത്രവർഗക്കാര് അവരിടയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം അവിടെ ചെന്ന് കർത്താവിന്റെ വചനം അറിയിക്കുകയാണ്, കർത്താവിന്റെ സ്നേഹം അറിയിക്കുകയാണ്. ആ ഗോത്രവർഗക്കാരാൽ അവർ വധിക്കപ്പെടുന്ന സമയത്ത് അവരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്, വേണമെങ്കിൽ വെടിവെച്ച് തങ്ങളെ വധിക്കാൻ വരുന്നവരെ വെടിവെച്ച് വീഴ്ത്തിയിടാം. കർത്താവിന്റെ സ്നേഹം നിർബന്ധിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹത്തെ പ്രതി അവർ കൊല്ലപ്പെടും. നാളുകൾക്ക് ശേഷം വീണ്ടും അടുത്തൊരു മിഷണറി സംഘം വന്ന് അവർ കണ്ണീരോടെ വിതച്ച അവിടെ അവർ ആനന്ദത്തോടെ കൊയ്യുകയാണ്. ആ ഗോത്രവർഗം മുഴുവൻ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിന്റെ രക്ഷ സ്വീകരിക്കുകയാണ്. കെട്ടുകഥയല്ല പ്രിയപ്പെട്ടവരെ, ഇതുപോലെ 10,000-കണക്കിന് മിഷണറിമാര് കണ്ണുനീരോടെ കർത്താവിന് വേണ്ടി ചത്തുചീഞ്ഞ അനേകം ആയിരങ്ങൾ തിരുസഭയിലുണ്ട്. ഇതാണ് സഭയുടെ സമ്പന്നത, സഭയുടെ കരുത്തതാണ്. അവരെല്ലാം ഇതുപോലെ ചത്ത് ചീഞ്ഞത് അവര് പൊട്ടന്മാരായതുകൊണ്ടോ അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. The love of Christ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഈ വിധം കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ, കർത്താവിന് വേണ്ടി അഴിഞ്ഞ് ഇല്ലാതാകുവാൻ. അതാ പൗലോസ് പറഞ്ഞത്, നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും റോമർ 12:1 പൗലോസ് പറയുന്നുണ്ട്, ആകയാൽ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമായാൽ, ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം എന്താണ്? നമുക്ക് വീട് തന്നതാണോ? നമുക്ക് കാറ് തന്നതാണോ? IELTS പാസ്സാക്കിയതാണോ? നമുക്ക് നല്ലൊരു വരുമാന മാർഗം കാണിച്ചു തന്നതാണോ? സുന്ദരനായ ജീവിത പങ്കാളിയെ കിട്ടിയതാണോ? മക്കളെ ലഭിച്ചതാണോ? അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബാന്തരീക്ഷം ലഭ്യമായതാണോ? ഈ ലോകത്തിൽ പല സാധ്യതകളും ദൈവം തന്നതാണോ? ഇതൊക്കെ ദൈവത്തിന്റെ കാരുണ്യം തന്നെയാ. ഇതിനേക്കാൾ ഉപരി എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം, നമ്മൾ പാപത്തിന്റെ ചേറ്റിലായിരുന്നു, യാതൊരുവിധ അവകാശവും നമുക്കുണ്ടായിരുന്നില്ല നിത്യജീവൻ പ്രാപിക്കാൻ. പാപത്തിന്റെ ചേറ്റിലായിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് തന്റെ മഹാകരുണയാൽ വീണ്ടെടുത്ത് എന്നേക്കുമായി രക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം. ഈ കാരുണ്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രകാശിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം അടിമുടി മാറുകയാണ്. ആ വ്യക്തിയുടെ ജീവിതം കർത്താവിനോട് ഡിവോട്ടഡ് ആകുകയാണ്. അവന്റെ കമ്മിറ്റ്മെന്റ് വർദ്ധിക്കുകയാണ്, സ്നേഹം വർദ്ധിക്കുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു വിളിയിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മൾ പാടുന്നില്ലേ, ഗോഡ് ഈസ് ഗുഡ്, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ആ വരികൾ ഒന്ന് പാടി നമുക്ക് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ കാരുണ്യത്തെ ഓർത്ത്, കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത്, കർത്താവിന്റെ വിശ്വസ്തതയോർത്ത്, കർത്താവിന്റെ ദയയോർത്ത് നന്ദി പറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ, നമ്മുടെ തലമുറകളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ, നമ്മിൽ ഓരോരുത്തരിലേക്ക് അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ. കർത്താവേ, അങ്ങ് വിശ്വസ്തനാണ്, കർത്താവേ അങ്ങ് ദയയുള്ളവനാണ്, കർത്താവേ അങ്ങ് കാരുണ്യവാനാണ്. പാപത്തിന്റെ ചേറ്റിൽ നിന്ന്, പാപത്തിന്റെ കുഴിയിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന് കർത്താവ് എന്നെ വീണ്ടെടുത്തുവല്ലോ, എന്നെ രക്ഷിച്ചുവല്ലോ, കർത്താവ് എന്നെ സ്നേഹിച്ചുവല്ലോ. ഞാൻ നന്ദി പറയുന്നു, കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച്, സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച് പ്രഭു ഒഴുകട്ടെ.
അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകളഴിയട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ, പാപശക്തികള്, അന്ധകാര ശക്തികള്, തിന്മയുടെ ശക്തികള്, വഴിവിട്ട് ലൈംഗിക അരാജകത്വത്തിന്റെ ശക്തികള്, ലോകത്തിന്റെ ശക്തികള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. എല്ലാവരും കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ആനന്ദത്തോടെ, ആനന്ദത്തോടെ കർത്താവ് കാണിച്ച കാരുണ്യത്തെയോർത്ത്, കർത്താവിന്റെ സ്നേഹത്തെയോർത്ത്, അവിടുത്തെ വിശ്വസ്തതയോർത്ത് നന്ദി പറഞ്ഞ്, നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ പാടി പാടി ഈശോയെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും എന്റെ ഈശോയേ, ഈശോയേ, oh my Jesus. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് വിശ്വസ്തനായി, സ്നേഹത്തിനായി, കാരുണ്യത്തിനായി നന്ദി, 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 നന്ദി കർത്താവേ. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. സ്തുതിയെന്നും അവന്, സ്തുതിയെന്നും അവന്, സ്തുതിയെന്നും അവന്, സ്തുതിയെന്നും അവന്, സ്തുതിയെന്നും അവന്, സ്തുതിയെന്നും അവന്, ഹല്ലേലൂയ. സ്തുതിയെന്നും അവന്. ഒരു സന്തോഷത്തോടെ ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് കാണിച്ച കാരുണ്യം എത്ര വലുതാണ് ദൈവമക്കളെ. നാശകരമായ പടുകുഴിയിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ രക്ഷിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇനി പിശാചിനുള്ളതല്ല, നമ്മുടെ ജീവിതം ഈ ലോകത്തിനുള്ളതല്ല. നമ്മുടെ ജീവിതം സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവിനുള്ളതാണ്. എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ഈശോയ്ക്ക് മാത്രം. ഫോർ ജീസസ്, ഓൺലി ഫോർ ജീസസ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നമ്മൾ വരണം, തീരുമാനമെടുക്കുക. അത്ഭുതങ്ങൾ കാണാം, കർത്താവ് ഇറങ്ങി വന്ന് ഇടപെടുന്നത് കാണാം, നിന്റെ ജീവിതത്തിന്റെ നിലവുകളെ കർത്താവ് മാറ്റി എഴുതുന്നത് കാണാം. നിന്റെ കാൽ വഴുതി പോകാതെ അവിടുന്ന് താങ്ങി ബലത്തോടെ നിന്നെ ഉറപ്പിച്ച് നിർത്തുന്നത് അനുഭവിക്കാൻ പറ്റും. ഒരു സംശയം നമുക്ക് വേണ്ട. സാക്ഷികളായില്ലെങ്കിൽ പ്രതികളാകും. നമ്മൾ സാക്ഷ്യം നൽകുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അതിനായി എന്നെ നിർബന്ധിക്കുന്നു. അവൻ എന്നോട് കാണിച്ച കാരുണ്യം, അവൻ എന്നോട് കാണിച്ച ദയ. ഞാൻ നശിച്ച് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു, എന്നാൽ കർത്താവ് എന്നെ വീണ്ടെടുത്ത് രക്ഷിച്ചു. അതിനാൽ ഇനി എൻ്റെ ജീവിതം അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കും. നമുക്ക് എന്താ പ്രത്യുപകാരമായിട്ട് നൽകാനുള്ള? എൻ്റെ സഹോദര സഹോദരി, കർത്താവ് കാണിച്ച ഈ മഹാകാരുണ്യത്തിന് എന്താ പ്രത്യുപകാരം നൽകാനുള്ളത്? 1000 കോടി നൽകിയാലും അത് തുല്യമാകൂ? അതിന് പകരമായി മാറൂ? 1000 എന്ത് തന്നെ കൊടുത്താൽ. അതുകൊണ്ട് നമ്മളിങ്ങനെ പാടുന്നത്, നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല, നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല.
നാഥനു നന്ദി പറഞ്ഞിട, നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണീട, നൽകിയ ജന്മം തികയില്ല. ഇതുപോലത്തെ 1000 ജന്മം തന്നാലും കർത്താവേ തികയില്ല. നേടിയ ജന്മം തികയില്ല. കർത്താവിനായി ജീവിതം കൊടുക്കുക. കർത്താവിനായി കുടുംബത്തെ സമർപ്പിക്കുക, മക്കളെ സമർപ്പിക്കുക. കർത്താവിനായി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളെയും സമർപ്പിക്കുക. ഒരിക്കൽ ഒരു ധ്യാന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കാൻ വന്നു. നല്ല സ്മാർട്ടായിട്ടുള്ള ദമ്പതികൾ, ചെറുപ്പക്കാരാണ് അവർ. 2 ചെറിയ പെൺകുഞ്ഞുങ്ങളാണ്. 2 പേരും IT എഞ്ചിനീയേഴ്സ് ആണ്. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ആ ദമ്പതികൾ എന്നോട് പറഞ്ഞു, ബ്രദർ 2 വർഷം ഞങ്ങൾ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് മിഷന് വേണ്ടി പോവുകയാണ്. ഞങ്ങൾ കർത്താവിന്റെ മിഷണറിമാരായി പോവുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി. ഒന്നിനും കുറവില്ലാത്തവർ, 2 പേരും IT എഞ്ചിനീയേഴ്സ്, കൈ നിറച്ച പണമുണ്ട്, നല്ല മിടുക്കികളായ കൊച്ചു പെൺകുട്ടികള്, സുന്ദരമായി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും അവർക്കുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് കർത്താവ് ഏൽപ്പിച്ച മിഷന് വേണ്ടി അവരെ പോവുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് മിഷന് വേണ്ടി പോകുന്നത്? അവർ പറഞ്ഞു, ആഫ്രിക്കയിൽ ഉഗാണ്ടയിലോട്ടാണ്. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള, തടസ്സങ്ങളുള്ള, ഒട്ടും വികസിതമല്ലാത്ത, പല അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഞങ്ങൾ കർത്താവിന്റെ സുവിശേഷമായിട്ട് പോവുകയാണ്. ഞങ്ങൾ മിഷന് വേണ്ടി പോവുകയാണ്. അവരുടെ ഇവാഞ്ചലൈസേഷൻ സീൽ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, തിരുസഭയ്ക്ക് ആവശ്യം ഇതുപോലെ സുവിശേഷ ദർശനമുള്ള ദമ്പതിമാരെയാണ്. ഇതുപോലെ സുവിശേഷ ദർശനമുള്ള സമർപ്പിതരെ. ഇത്തരത്തിൽ ദൈവരാജ്യത്തിന് ദർശനങ്ങളുള്ള വന്യ വൈദികരെയാണ്, യുവജനങ്ങളെയാണ്. പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 9:23 എന്താണ് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നത്? സുവിശേഷത്തിൽ ഭാഗവാക്കാകുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. കൊടും പീഡകനായിരുന്ന, കർത്താവിന്റെ ജനത്തെ മർദ്ദിച്ചിരുന്ന മഹാപീഡകനായിരുന്ന സാവൂള്, എന്നാൽ തന്റെ അനന്തമായ കാരുണ്യത്താൽ സാവൂളിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. പിന്നെ എങ്ങനെയാ പൗലോസിന് ഇത് പറയാതിരിക്കാൻ പറ്റുക? ഈ സ്നേഹം അറിഞ്ഞവർക്കാണ് സാക്ഷ്യം നൽകാൻ പറ്റുകയുള്ളൂ. പൗലോസ് പറയാ, കർത്താവിന്റെ സുവിശേഷത്തിൽ പങ്കാളിയാകുന്നതിന് ഞാനിവയെല്ലാം ചെയ്യുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സുവിശേഷത്തിൽ പങ്കാളിയാകുന്നതിനേക്കാൾ ഒരു നന്മ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനുണ്ടോ? ഷെക്കേന ടെലിവിഷനോട് ബന്ധപ്പെട്ട്, ഷെക്കേന മിനിസ്ട്രീസിനോട് ബന്ധപ്പെട്ട് ഇവിടെ പല ചെറുപ്പക്കാരുമുണ്ട്, ദമ്പതികളുണ്ട്, പല പ്രായത്തിൽപ്പെട്ടവരുണ്ട്. പല യുവജനങ്ങളും നല്ല സാധ്യതകളുള്ളവരാണ്, നല്ല പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ. കർത്താവിനെ പ്രതി അവരെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അവർ കർത്താവിന്റെ മിഷൻ ചെയ്യാണ്. എനിക്ക് ഉറപ്പുണ്ട്, നിത്യതയിൽ വലിയ പ്രതിഫലം കർത്താവ് കൊടുക്കും. ഇതൊന്നും പാഴല്ല ദൈവമക്കളെ. എത്രയോ ദമ്പതിമാര് ലോകത്തിന് സുഖങ്ങൾ നഷ്ടപ്പെടുത്തി കർത്താവിന് സാക്ഷ്യം നൽകുവാൻ, ഞെരുക്കങ്ങളും കഠിനമായിട്ടുള്ള പ്രതിസന്ധികളും അത്ര എളുപ്പമല്ല. ഈ കാലഘട്ടത്തില് കർത്താവിന് വേണ്ടി നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഈ ലോകം മുഴുവൻ പിശാചിന്റെ സ്വാധീന വലയത്തിലാണ്. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തില് വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കാന്ന് പറഞ്ഞാൽ ഈസി അല്ല പ്രിയപ്പെട്ടവരെ. ഞെരുക്കവും കഷ്ടതയും സഹനവും, അതിന് പുറകിൽ ഒരുപാട് കണ്ണുനീരിന്റെ അനുഭവങ്ങളുമുണ്ട്. ഇതിന്റെ നടുവിലും അവർ നിൽക്കുകയാണ്. ബോൾഡായി, ഉറപ്പോടെ, കരുത്തോടെ, അചഞ്ചലമായി നിൽക്കുകയാണ്. കർത്താവ് ഇത് മാനിക്കാതിരിക്കുക? കർത്താവ് ഇത് കാണാതിരിക്കുക? ഇതുപോലെ എത്രയെത്ര മിനിസ്ട്രികളില്
സുവിശേഷത്തിൽ പങ്കാളിയാവുന്നതിനേക്കാളും ഒരു നന്മ നമുക്ക് ലഭിക്കാനില്ല. അതിനോട് നമ്മൾ നന്ദി പറയും. നമ്മുടെ മക്കള് അങ്ങനെ സജ്ജമാക്കപ്പെടാൻ മാതാപിതാക്കളെ നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾക്ക് ആ വിഷൻ ഉണ്ടാകണം. നമ്മുടെ മക്കള് കർത്താവിനായി പ്രയോജനപ്പെടുന്നതിനേക്കാളും ഒരു നന്മ എൻ്റെ അപ്പ എൻ്റെ അമ്മേ നമുക്ക് കിട്ടാനുണ്ടോ? വാലുപോലെ കുറെ ഡിഗ്രികൾ കൊടുത്തിട്ട് നമ്മുടെ മക്കളുടെ നിത്യത നരകത്തിലാണെങ്കിൽ എന്ത് പ്രയോജനം? മാതാപിതാക്കൾ എന്ത് പ്രയോജനം? ലോകത്തിന് മുമ്പിൽ അവർ വളരെ ശ്രേഷ്ഠന്മാരാകാം, എന്നാൽ അവർക്ക് യേശുവുമായി ബന്ധമില്ല, കർത്താവിനെ കണ്ടുമുട്ടിയില്ല. അവരുടെ ഈ ലോക ജീവിതം അവരിങ്ങനെ അടിച്ചും പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിതം തീർന്നു പോയാൽ അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? പൗലോസ് പറയാണ്, സുവിശേഷത്തിൽ പങ്കാളിയാകുവാൻ ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. വീണ്ടും ഫിലിപ്പി 1:12 അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഫിലിപ്പി 1:12 എന്താ പൗലോസ് പറയുന്നത്? സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സംഭവിച്ചത് മുഴുവൻ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി. എന്താ പൗലോസിന് സംഭവിച്ചത്? നമുക്ക് സ്ക്രീനിലോട്ട് നോക്കി ആ വചനങ്ങൾ ഓരോന്നും നിങ്ങൾ വായിക്കണം. സുവിശേഷത്തിന് പുരോഗതിക്ക് വേണ്ടി പൗലോസിന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടായത്, എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്റെ സഹോദരൻ, നമ്മൾ നിരാശപ്പെടരുത്, നമ്മൾ അസ്വസ്ഥപ്പെടരുത്. ഒരുപാട് ഭാരത്തോടെ, വേദനയുടെ, കണ്ണുനീരോടെയാണ് ഈ ശുശ്രൂഷയിൽ അനേകർ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എന്റെ സഹോദര സഹോദരി, ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഉറപ്പാണ്. നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. നമുക്ക് നഷ്ടങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്, തകർച്ചകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. എന്നാൽ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിശുദ്ധ പൗലോസ് എന്തൊക്കെയാണ് അനുഭവിച്ചത്? കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ നിർത്തി വായിക്കാം. 11-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. വചനങ്ങൾ: അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരങ്ങൾ, അടികള്, ചുട്ട അടി, നല്ല അടിയാ കിട്ടുന്നത് കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷത്തിന് പുരോഗതിക്ക് വേണ്ടി. എന്തൊക്കെയാണ് അപ്പോസ്തലൻ പൗലോസ് അനുഭവിച്ചത്? വളരെ കൂടുതൽ കാരാഗ്രഹവാസം, എണ്ണിത്തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അടികള്, ശക്തമായ പ്രഹരങ്ങള്, പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു, മരണമുഖത്ത് നിന്നു. ഏത് സമയത്തും മരണം സംഭവിക്കാം എന്നുള്ള അവസ്ഥ, മരണവക്രത്തിൽ അകപ്പെട്ടു. വീണ്ടും പൗലോസ് പറയാണ്, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നുകുറെ 40 അടി വീതം ഞാൻ കൊണ്ടു. 25 പെട്ടെന്ന് നമുക്കത് വായിക്കാം. 3 പ്രാവശ്യം അടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു, കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും, നിരവധി രാത്രികളിൽ ജാഗരണത്തിലും, വിശപ്പിലും, ദാഹത്തിലും, പലപ്പോഴും ഉപവാസത്തിലും, തണുപ്പിലും, നഗ്നതയിലും ഞാൻ ജീവിച്ചു. എന്റെ സഹോദരങ്ങളെ, പൗലോസ് നമ്മോട് പറയാം, ഇതെല്ലാം ഞാൻ ചെയ്തത് സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്, എന്റെ കർത്താവിനെ സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ്, ഈ ലോകത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇതിലൂടെ എല്ലാം കടന്നുപോയത്. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം. നമ്മൾ നമ്മുടെ സേഫ് സോണിൽ ഇരുന്ന്, നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ആ സോൺ വിട്ട് പുറത്തു വരാൻ നമ്മൾ തയ്യാറല്ല. ഇതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാകാതെ പോകുന്നത്, നമ്മുടെ കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടാതെ പോകുന്നത്, നമ്മുടെ പല സങ്കടങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്. നമ്മൾ നമ്മുടെ സേഫ് സോൺ വിട്ട് പുറത്തു വരാൻ റെഡിയാവുന്നില്ല. ദൈവമക്കളെ, ഒരു വചനം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. ശമത്തായുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വചനം, 10:39 എന്താ വചനം പറയുന്നത്? സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി
കർത്താവ് പറയും, എന്നെ പ്രതി, എൻ്റെ വചനത്തെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളോട് കർത്താവിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, ഈശോയെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി ആരെല്ലാം സമയം നഷ്ടപ്പെടുത്തുന്നുവോ, അവരുടെ സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്നുവോ, അവരുടെ പ്രൊഫഷൻ, പലരും ഡോക്ടേഴ്സാണ്, എഞ്ചിനീയേഴ്സാണ്, ലോകത്തിന് മുമ്പിൽ നല്ല മാന്യതയാർന്ന പ്രൊഫഷൻ ഉള്ളവരെ കർത്താവിനെ പ്രതി അത് നഷ്ടപ്പെടുത്തി കർത്താവിന്റെ മിഷനിൽ പൂർണ്ണ സമയം വ്യാപൃതരാകുന്നു. കർത്താവിനെ പ്രതി ആരോഗ്യം നഷ്ടപ്പെടുത്തുമ്പോൾ ഇവർ ആ പകലില്ലാതെ അധ്വാനിക്കേണ്ടി വരും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചിലരുടെ ചോദ്യം എന്തു പറ്റിയ ക്ഷീണമാണല്ലോ, പലപ്പോഴും ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നല്ലോ. മനസ്സിനധികം ക്ഷീണമെന്നില്ല, പക്ഷെ ശരീരത്തിന് പലപ്പോഴും രാത്രികാലങ്ങളിലും നമുക്ക് പലപ്പോഴും വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ടി വരും. ശക്തന ടെലിവിഷനോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അത് അറേഞ്ച് ചെയ്യാനും അത് ക്രമപ്പെടുത്തുവാനും, സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ, പ്രോഗ്രാം കാര്യങ്ങൾ, ന്യൂസ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ കാര്യങ്ങൾ, ഇതിനൊക്കെ വ്യക്തികൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ഇടപെടലും നമ്മുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ അവർക്ക് ആവശ്യമാണ്. എത്രയോ രാത്രികൾ പകലാക്കിയിരിക്കേണ്ടി വരും. അത് എൻ്റെ മാത്രം അനുഭവമല്ല, കർത്താവിൻ്റെ മിഷണറിമാര് പലരും ഇതുപോലെ തന്നെയാണ്. ആരോഗ്യം നഷ്ടപ്പെടാൻ ചിലപ്പോൾ സമയം നഷ്ടപ്പെടും, പണനഷ്ടം, ധനനഷ്ടം, കുടുംബത്തിന്റെ കൂടെയുള്ള നമുക്ക് അതുപോലെ നഷ്ടപ്പെട്ടു പോകും. ഈ നഷ്ടങ്ങളൊക്കെ ലാഭങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് ഈശോ പറഞ്ഞത്, എന്നെ പ്രതി നിങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തുന്നുവോ അത് വെറുതെയല്ല, പാഴല്ല, അതിനെല്ലാം വലിയ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ ആനന്ദിക്കാൻ പറ്റുമോ? കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ സന്തോഷിക്കാൻ പറ്റുമോ? കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുമോ? നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുന്നവരും കരയുന്നവരും പിറുപിറുക്കുന്നവരും അസംതൃപ്തരുമാകാതെ, ഓ കർത്താവെ, അങ്ങേ പ്രതി ഇത് നഷ്ടപ്പെടുത്തുവാൻ, ഇത് വിട്ടുകളയുവാൻ എനിക്ക് കൃപ തന്നല്ലോ എന്ന് ഓർത്ത് ആനന്ദിക്കാൻ നമുക്ക് പറ്റണം. അവിടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാം, ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, സാക്ഷികളായില്ലെങ്കിൽ പ്രതികളാകുമെന്നുള്ള നമ്മൾ ആരും മറന്നു പോകരുത്. അതിന്റെ അവസാന ഭാഗത്തോട്ട് വരികയാണ്. പക്ഷെ പൗലോസിന്റെ ജീവിതം നമുക്കിതിന് ഏറ്റവും വലിയ മാതൃകയാണ്. തനിക്ക് ലഭിച്ച എല്ലാ സാധ്യതകളും കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ പൗലോസ് ഉപയോഗിച്ചു. അതിലൊരു ഭാഗം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ പൗലോസ്ലീഹ ബന്ധിതനായിട്ട് നിൽക്കുകയാണ്. കരങ്ങൾ വിലങ്ങ് വെച്ചിരിക്കുക. ഈ സമയത്ത് പൗലോസ്ലീഹയുടെ ചിന്ത എന്താണെന്നറിയോ? എങ്ങനെ ഈ വിലങ്ങുകളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതല്ല. നമ്മളാണെങ്കിൽ എന്താ ചിന്തിക്കുക? ദൈവമേ, ഈ കാരാഗ്രഹത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ തലയൂരി പോകാം, നമ്മൾ അങ്ങനെ ചിന്തിക്കുക. എന്നാൽ പൗലോസിന്റെ ചിന്ത അതായിരുന്നില്ല. അതുപോലെ കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറയപ്പെട്ടിരുന്നു പൗലോസ്ലീഹ. പൗലോസ് ചിന്തിച്ചത്, ഈ അഗ്രിപ്പ രാജാവിനെ എങ്ങനെ യേശുവിനെ കൊടുക്കാം, ഈ അഗ്രിപ്പ രാജാവിനോട് എങ്ങനെ ക്രിസ്തുവിന്റെ സുവിശേഷം പറയാം, എങ്ങനെ ഇവനെ ഇവാഞ്ചലൈസ് ചെയ്യാം, യേശുവിനായി ഈ രാജാവിനെ എങ്ങനെ നേടാം. ഇത് ചിന്തിച്ചുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 26-ാം അധ്യായത്തിലാണ്. അവിടെ 27, 28, 29 വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 26, 27, 28, 29 വചനങ്ങൾ. അഗ്രിപ്പ രാജാവേ, നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ? നല്ലൊരു ചോദ്യ. കൈകളിങ്ങനെ ആമം വെച്ച് ചങ്ങലിപ്പെട്ട് കിടക്കുക. പൗലോസ്ലീഹ ചോദിക്കുകയാണ്, രാജാവേ, നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ? ഞാൻ ചിന്തിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ചെന്നിട്ട് വേണം പൗലോസ്ലീഹയുമായിട്ട് അല്പസമയം ഒരു ഇന്റർവ്യൂ നടത്താനായിട്ട്. എങ്ങനെയൊക്കെ പറ്റി, ഇങ്ങനെ സുവിശേഷ തീയാകാൻ എങ്ങനെയാ പറ്റിയത്? രാജാവിനോട് ചോദിക്കുക. ഉണ്ടെന്ന് എനിക്ക് അറിയാന്ന് രാജാവ് ഉത്തരം പറഞ്ഞേക്കുമ്പോൾ ചാടി കയറി പൗലോസ്ലീഹ ഇടപെടുകയാണ്. ഉണ്ടെന്ന് എനിക്കറിയാം. പൗലോസ്ലീഹ തീഷ്ണത കണ്ടു, ദാഹം കണ്ടു, ഇവാഞ്ചലൈസേഷൻ സീല് കണ്ടു, ആ വിഷൻ കണ്ടു. പൗലോസിന്റെ അതിബുദ്ധി മനസ്സിലാക്കിയ രാജാവ് പറഞ്ഞു. എന്താ രാജാവ് പറഞ്ഞത്? 28-ാമത്തെ വചനത്തിൽ, അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ നീ വ്യാമോഹിക്കുന്നത്? ഇതിന് മറുപടിയായിട്ട് എന്താ പൗലോസ്ലീഹ പറഞ്ഞത്? 29-ാമത്തെ വചനം. പൗലോസ്ലീഹ പറഞ്ഞത്,
സോറി രാജാവേ, എനിക്ക് തെറ്റ് പറ്റിയതാണ്. അങ്ങനെ നല്ല പറഞ്ഞത്. എളുപ്പത്തിലോ അല്ലാതെയോ, നീ മാത്രമല്ല ഇന്ന് എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചെങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ ഒരു സുവിശേഷ ദർശനം താൻ എവിടെയായിരുന്നുവോ അവിടെ ഇവാഞ്ചലൈസ് ചെയ്യാണ്, അവിടെ കർത്താവിന് കൊടുക്കാൻ ശ്രമിക്കുകയാണ്, അവർക്ക് വചനം കൊടുക്കാൻ നോക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സുരക്ഷിതത്വവും അതുപോലെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ മാന്യതയൊക്കെ നഷ്ടപ്പെടാതെ പലപ്പോഴും സാക്ഷ്യം നൽകുന്നത്. നമ്മളായിരിക്കും നമ്മുടെ ബന്ധുമിത്രങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, നമ്മൾ നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, അത് ഓഫീസിലാകാം, ജോലി സ്ഥലത്താകാം, ബിസിനസ് സ്ഥലത്താകാം, ചിലപ്പോൾ യാത്രയിലാകാം, എവിടെയായിരുന്നാലും അവിവേകം കാണിക്കാനല്ല പറയുന്നത്. വിവേകത്തോടെ അവരെ കർത്താവിനായി നേടുവാൻ, അവർക്ക് വചനം കൊടുക്കാൻ, യേശുവിനെ കൊടുക്കാൻ നമുക്ക് എത്ര പേർ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവർ? ഇവിടെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്താഗതികൾ മാറേണ്ട സമയമായി. ഞാൻ ഒരിക്കൽ കാരിസ് ഭവനിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂർ ഒരു കാരിസ് ഭവനിൽ ധ്യാനത്തിന് 3-ാമത്തെ ദിവസം ഞാൻ പലപ്പോഴും എൻ്റെ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത്രമാത്രം എന്നെ സ്വാധീനിച്ചൊരു കാര്യം അത്. 3-ാം ദിവസം ഉച്ച കഴിഞ്ഞ് ടീ ബ്രേക്കിനായിട്ട് ജനത്തെ വിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് പല കുഞ്ഞുങ്ങളും അവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള നല്ല മിടുമിടുക്കനായ ഒരു ആൺകുട്ടി, ആരും അവനെ നിർബന്ധിച്ചിട്ടില്ല, ആരും അവനോട് പറഞ്ഞിട്ടല്ല, ആ ധ്യാന കേന്ദ്രത്തിന് മുറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസുകളും വേസ്റ്റുകളൊക്കെ ആ കുഞ്ഞ് പയ്യെ പെറുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ വല്ലാതെ അത് അത്ഭുതപ്പെടുത്തി. ഞാൻ ആ കുഞ്ഞിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, മോനെ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ആ കുഞ്ഞ് എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിൾ, ഞാനിവിടെ സുവിശേഷ വേല ചെയ്യുകയാണ്, ഞാനിവിടെ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. 8 വയസ്സുള്ള ആ കുഞ്ഞിന്റെ സുവിശേഷ ദർശനം. ഞാൻ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ധ്യാന കേന്ദ്രത്തിൽ മുറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസുകളും വേസ്റ്റുകളും പെറുക്കിക്കളയുന്നത് കർത്താവിന്റെ മിഷനാണെന്നുള്ള, അത് കർത്താവിനോടുള്ള ശുശ്രൂഷയാണെന്നുള്ള ആ കുഞ്ഞിന്റെ ആ വിഷൻ ഞാൻ ആകെ നാണിച്ചു പോയി. കർത്താവ്, ഈ കുഞ്ഞിന്റെ മുൻപിൽ എന്റെ സുവിശേഷ ദർശനം എന്തോരമുണ്ട് കർത്താവേ, എന്തോരമുണ്ട് കർത്താവേ. നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. ഇത്രയും പ്രായമായില്ലേ, ഇത്രയും നന്മകൾ ദൈവം തന്നില്ലേ, ഇത്രയും നമ്മൾ അനുഗ്രഹിച്ചില്ലേ, ഇത്രയും വളർത്തിയില്ലേ, എന്നിട്ടും കർത്താവിനെ സാക്ഷ്യം നൽകുന്നതിൽ നമുക്ക് എന്തുമാത്രം അഭിമാനമുണ്ട്, ആനന്ദമുണ്ട്, ആവേശമുണ്ട്. നമ്മൾ അറിയണം. ഇന്ന് പിശാച് 2 വിധത്തിലാണ് സാക്ഷികളാകാൻ വിളിച്ച നമ്മെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷികളാകാൻ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മെ ഈ നിയോഗത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചില കേസുകളൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ, അത് പല കേസുകളും നമുക്ക് ഈ കാലഘട്ടത്തിൽ അറിയാം. 100 സാക്ഷികൾ, 150 സാക്ഷികളൊക്കെ ആ കേസിൽ പലപ്പോഴും ഉണ്ടാവും. 3-4 വർഷം കഴിഞ്ഞ് കേസിലോട്ട് വരുമ്പോൾ ഈ 150 സാക്ഷിക്ക് പകരം 4 സാക്ഷികൾ, 5 സാക്ഷികൾ അല്ലെങ്കിൽ 8 സാക്ഷികളൊക്കെ ആയിട്ട് സാക്ഷികളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയി. അപ്പൊ മറ്റുള്ള സാക്ഷികളൊക്കെ എവിടെ പോയി? 2 കാര്യങ്ങളാവും സംഭവിച്ചു കാണുക. ഒന്ന്, മറുഭാഗത്തുള്ളവര്, ശത്രുപക്ഷത്തുള്ളവരെ ഇവരുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കണ്ട കാര്യം, കേട്ട കാര്യം നിങ്ങൾ കോടതിയിൽ പറയരുത്, നിങ്ങൾ ആരോടും പറയരുത്, എന്ത് വേണമെങ്കിലും തരാം. പല പല ഓഫറുകൾ കൊടുത്തു കാണും. നിങ്ങൾക്ക് വില്ലകൾ വേണമെങ്കിൽ തരാം, കാറ് തരാം, നല്ല ജോലി തരാം, ഇഷ്ടം പോലെ പണം തരാം. അപ്പൊ പലരും എന്ത് ചെയ്യും? ഈ ഓഫറുകൾ കിട്ടുമ്പോൾ നല്ല ഒരു സേഫ് സോൺ അല്ലേ, സുന്ദരമായിട്ട് ജീവിക്കാം. അവര് പലരും സാക്ഷ്യം പറയാൻ വിളിക്കപ്പെട്ടവരെ, അതിനെ ബാധ്യതയുള്ളവരെ അത് വിട്ടുകളഞ്ഞ് ഈ സൗകര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരന്ന് പിന്മാറിപ്പോവാൻ. ഇത് തന്നെ ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. എത്ര പേര് കർത്താവിന്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. ജീവിതത്തിൽ പല നന്മകളും സാധ്യതകളും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോവുകയാണ്. സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ട നമ്മളത് മറന്നു പോവുകയാണ്. പിശാച് തന്ത്രപൂർവം നമ്മളെ ചതിക്കുകയാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് 2-ാമത്തെ ലേഖനം 11:3 പറയുന്നുണ്ട്, സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ
ഇന്ന് അനേകരെ പിശാച് ചതിച്ചുകൊണ്ടിരിക്കുക. എന്റെ സഹോദര സഹോദരി, കർത്താവിനെ സാക്ഷ്യം നൽകുവാനാ ദൈവം ഈ നാളുകളിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, ടീച്ചർ ആകാം. നമ്മൾ ഏത് തുറയിൽപ്പെട്ട, ഏത് പ്രവർത്തന മേഖലയിൽപ്പെട്ട വ്യക്തികളാവട്ടെ, അവിടെ കർത്താവിന് ഉയർത്താൻ നമുക്ക് പറ്റണം. അഭിമാനത്തോടെ നമ്മുടെ വിശ്വാസത്തെ കൈമാറ്റം ചെയ്യാൻ, പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, തന്ത്രപൂർവ്വം മാറ്റിക്കളയാണ് അവരതിന്റെ പുറകെ. പിന്നെ അത് കിട്ടുകയാണ്, ആ സൗകര്യങ്ങൾ സുഖങ്ങളൊക്കെ അവർ അനുഭവിക്കുകയാണ്. അതോട് എത്ര പേര് സുവിശേഷ വേല വിട്ടുപോയത്? സുവിശേഷ വേലയ്ക്ക് വിളി ലഭിച്ച എത്രയോ വ്യക്തികൾ ആ വേല വിട്ട് ലോകത്തിന്റെ വഴികളിൽ പോയി. ഞാൻ പലരും കണ്ടുമുട്ടിയിരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ. അവർ പലരും ദുഃഖിതരും നിരാശിതരുമാണ്. അവരെന്നോട് പറഞ്ഞ, സന്തോഷേ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഇങ്ങനെ പിടിച്ചു നിന്നല്ലോ, ഇങ്ങനെയൊക്കെ ആയി തീരാൻ ദൈവം ഇടവരുത്തിയല്ലോ, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പലരും പരിതപിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്, വിളി നഷ്ടപ്പെടുത്തി. അതിൻ്റെ ഒരു കാരണം അവർ ചിന്തിച്ചു, അവർക്ക് പല പല ഓഫറുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ സാക്ഷ്യം നൽകുന്ന വിളിക്കപ്പെട്ടവർ അത് മറന്ന് ഓഫറിന്റെ പുറകെ പോയി പിശാച് അവരെ ബന്ധിച്ചു, സാത്താൻ അവരെ തകർത്ത് കളഞ്ഞു. ശ്രദ്ധിക്കണം നമ്മൾ. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ പറയും എന്തൊക്കെ ഓഫർ കിട്ടിയാലും ഞങ്ങൾ സാക്ഷ്യം പറയും, ഞങ്ങൾ കണ്ട കാര്യം പറയും. അപ്പോ ശത്രുഭാഗം ഇറക്കുന്ന രണ്ടാമത്തെ തന്ത്രമുണ്ട്. അതെന്താണെന്നറിയോ? ഭയപ്പെടുത്തും. നിന്റെ മക്കളെ ഞങ്ങൾ കൊന്നുകളയും, നിന്നെ ഞാൻ നശിപ്പിച്ച് കളയും, സമൂഹത്തിന് മുൻപിൽ നിന്നെ അപമാനിതനാക്കും, അപമാനിതയാക്കും, നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കും. ഇത് കേൾക്കുമ്പോൾ അങ്ങ് പേടിച്ചു പോകും, ഭയന്നു പോകും. അയ്യോമേ, എന്തിനാ ഇപ്പൊ ലാപ്പിന് പോണേ? കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, സുഭാഷിത പുസ്തകം 28-ാം അധ്യായത്തിലെ എന്താ വചനം പറയുന്നത്? 29-25. സുഭാഷിതങ്ങൾ 29-25 എന്താണ് വചനം പറയുന്നത്? മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. ഉറക്കെ പറഞ്ഞ എല്ലാവരും, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. അവനൊരു ശ്വാസം മാത്രം. നമ്മുടെ പാദങ്ങളെ നിയന്ത്രിക്കുന്നത് സർവശക്തനും സർവാധിപനുമായ കർത്താവാണ്. നമ്മളെ തൊടാൻ ആർക്ക് സാധിക്കില്ല കർത്താവ് അനുവദിക്കാതെ. എന്റെ സഹോദരി സഹോദരൻ, ഒരു മനുഷ്യൻ നമ്മളെ പേടിക്കേണ്ട. ഭയം നമ്മളെ പാരലൈസ് ചെയ്ത് കളയും, ഭയം നമ്മളെ തളർത്തിക്കളയും. ഇന്ന് അനേകര് തളർവാദം പിടിച്ച് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവർ വീണ് കിടക്കുക. ഇത് പിശാചിന്റെ അടുത്തൊരു തന്ത്രമാണ് പ്രിയപ്പെട്ടവരെ, പേടിപ്പിക്കുക. നീ സാക്ഷ്യം നൽകാൻ പോയാ നിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് പോവും, നിന്റെ സുഹൃത്തുക്കൾ വിട്ടുപോവും, അനേകര് കളിയാക്കും, നിനക്ക് സമൂഹത്തിൽ നിലയും വിലയൊക്കെ ഉണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്തിനെ വെറുതെ പണിക്ക് പോണേ? അതൊക്കെ വേറെ പലരും ചെയ്തോളും, നീ ഇത് ചെയ്യേണ്ട കാര്യമില്ല. മനുഷ്യരെ ഭയപ്പെട്ട്, സാഹചര്യങ്ങളെ ഭയപ്പെട്ട് സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരെ പിന്മാറിപ്പോവുക. എങ്ങനെ ദുരിതം മാറുക? എങ്ങനെ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടുക? എങ്ങനെയാ നമ്മുടെ വേദനകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക? നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ ശക്തി എങ്ങനെ ഇറങ്ങി വരിക? പ്രിയപ്പെട്ടവരെ, സാക്ഷികളായാൽ അത്ഭുതങ്ങൾ കാണാം, ദൈവത്തിന്റെ പരിപാലനം ആവോളം കാണാം, ദൈവത്തിന്റെ വിശ്വസ്തത കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ സാധിക്കും. ഭയപ്പെടുകയാണ്. അങ്ങനെ ഭയപ്പെടുന്നുണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? ഭയപ്പെടുന്നുണ്ടോ? നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കണം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-9 വചനങ്ങൾ. ചിലർ പറയും, അങ്ങനെ നീ ഇങ്ങനെ എന്തിനാ ഇത്രയും നല്ല ജോലി കിട്ടിയിട്ട്, ഇത്രയും നല്ല പ്രൊഫഷൻ ഉണ്ടായിട്ട് നീ ഇങ്ങനെ സുവിശേഷ വേല മിഷനൊക്കെ ചെയ്ത് നാണില്ലേ നിനക്ക്? നീ പിന്നെ എന്തിനാ ഇതൊക്കെ പഠിച്ച്? നീ എന്തിനിങ്ങനെയൊക്കെ ആയേ? നീ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട്? നീ എന്തിനിങ്ങനെ അധ്വാനിച്ചത്? ഇത്രയും അധ്വാനിച്ച് പഠിച്ച് ഈ ഡിഗ്രി കിട്ടിയിട്ട്, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നീ അതൊക്കെ വേണ്ടെന്ന് വെച്ച് കർത്താവിന്റെ മിഷൻ ചെയ്യുക, കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ പൊട്ടത്തരുണ്ടോ മോളെ, പൊട്ടത്തരുണ്ടോ മോനെ എന്ന് പറഞ്ഞ് പലരും നമ്മളെ ചതിക്കും. പിശാചാണ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഒക്കെ സ്നേഹമുണ്ടെന്നൊക്കെ നടിച്ചു വരിക. ഞാനൊരു കാര്യം പറയട്ടെ, ആരെല്ലാം കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തിട്ടുണ്ടോ അവര് നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് കർത്താവ് കരുതിയിരിക്കും. എൻ്റെ 30 വർഷത്തെ സുവിശേഷ വേലയിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഒന്നെങ്കിൽ കർത്താവ് ആഹാരത്തിനുള്ള വക തരും, അല്ലെങ്കിൽ കർത്താവ് പട്ടിണി കിടക്കാനുള്ള കൃപ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ആഹാരത്തിനുള്ള വക കർത്താവ് കരുതിയിരിക്കും. നമ്മളെ കരുതാതെ കർത്താവ് വിളിക്കില്ല, ദൈവമക്കളെ വിളിക്കില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊളോസ്യർക്കാർക്ക് ലേഖനം
2:4 എല്ലാവരും ഒരുമിച്ച വചനം വായിക്കണം. പെട്ടെന്നൊന്ന് വായിച്ചോ. കൊളോസസ് 2:4 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ നമ്മളെ വേണ്ടിയാണ്. വഞ്ചിക്കും. പലരും പറയും, നീ ഇത് ചെയ്യണ്ട, നീ ഇതിന് വരണ്ട, നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യേ, നീ എന്തിനു ഫുൾ ടൈമർ ആവണേ, നീ എന്തിനു മിഷൻ ചെയ്യണേ, നീ എന്തിനു സുവിശേഷ വേല ചെയ്യണേ. പലരും വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് നമ്മളെ വഴിതെറ്റിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവിന് വേണ്ടി ഉറപ്പോടെ നിൽക്കാൻ നമുക്ക് മാതാപിതാക്കളെ, നിങ്ങളെ മക്കളെ നിങ്ങൾ പ്രാപ്തരാക്കണം. ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ പരസ്പരം ബലപ്പെടുത്തണം. സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ പരസ്പരം ഈ മിഷന് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. കർത്താവ് പറഞ്ഞു ലൂക്ക 12:8-9 വചനങ്ങൾ, ആരെല്ലാം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവിനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യരെ പേടിച്ചുകൊണ്ട്, മനുഷ്യരെ ഭയപ്പെട്ടുകൊണ്ട്, എന്റെ സ്റ്റാറ്റസ്, എന്ത് സ്റ്റാറ്റസ്? കർത്താവ് തന്നതല്ലേ ഇതൊക്കെ? ഇതെല്ലാം കർത്താവ് തന്ന സെറ്റപ്പുകളല്ലേ? കർത്താവ് തന്ന സാധ്യതകൾ, നന്മകളുമല്ലേ? കർത്താവിന്റെ കൃപ ഒരു നിമിഷം പിൻവലിക്കപ്പെട്ടാൽ നമ്മളൊക്കെ മണ്ണാങ്കട്ടകളായിട്ട് മാറും. ഒരു തുള്ളി വെള്ളം വീണ് അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടകൾ. അത്രയുള്ള നമ്മുടെ ജീവിതം. ദൈവമക്കളെ, മനുഷ്യരെ ഭയപ്പെടരുത്. മനുഷ്യരുടെ വഞ്ചനാത്മകമായ വാക്കുകൾ കേട്ട് നിന്റെ വിളി നഷ്ടപ്പെടുത്തരുത്. കർത്താവിന്റെ തിരുവെഴുത്ത് പറയാണ്, ഞാൻ ഏറ്റുപറയും. ആരെല്ലാം എന്നെ ഏറ്റുപറയുന്നുവോ, ആരെല്ലാം എനിക്ക് സാക്ഷ്യം നൽകുന്നുവോ, ഞാൻ ഏറ്റുപറയും. സാക്ഷികളായില്ലെങ്കിൽ പ്രതികളാകും. ഒരു വചനം കൂടി ദൈവാത്മനെ പ്രേരിപ്പിക്കുകയാണ്. ദൈവമക്കളെ, എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായം 8-9 വചനങ്ങളാണ്. അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ആ വചനം പെട്ടെന്ന് വായിച്ച്. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ, നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ. ഒരു വ്യക്തി പാപത്തിൽ ജീവിക്കുമ്പോൾ, കർത്താവിന്റെ വഴി വിട്ട് നാശത്തിന്റെയും തിന്മയുടെയും വഴിയിൽ ജീവിക്കുമ്പോൾ, ആ വ്യക്തിയെ കർത്താവിന് വേണ്ടി നേടുവാൻ, ആ വ്യക്തിയെ സുവിശേഷത്തിനെ സ്വാധീനിക്കുവാൻ നമ്മൾ തയ്യാറാകാതെ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ വിളിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ആ വ്യക്തിക്ക് കർത്താവിന് കൊടുക്കാതിരുന്നാൽ, വചനം കൊടുക്കാതിരുന്നാൽ, കർത്താവിന്റെ ആലോചന പറഞ്ഞു കൊടുക്കാതിരുന്നാൽ, ആ വ്യക്തി പാപത്തിൽ നശിച്ചു പോയാൽ, നമ്മുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം മൂലം ആ വ്യക്തി പാപത്തിൽ നശിച്ചു പോയാൽ എന്താ സംഭവിക്കുന്നത്? അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. അവന്റെ നാശത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. അവളുടെ നാശത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. അവളുടെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. സാക്ഷിയായില്ലെങ്കിൽ പ്രതിയാകും. ഇതാണ് ആ വചനം. സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരെ സാക്ഷ്യം നൽകാതെ പിന്തിരിഞ്ഞു പോയാൽ, നമ്മളിലൂടെ രക്ഷപ്പെടേണ്ട ആത്മാക്കള് അവരെ നഷ്ടപ്പെട്ടു പോയാൽ, ആ നഷ്ടത്തിന് ഞാനും നിങ്ങളും അക്കൗണ്ടബിൾ ആണ്. കർത്താവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടവരാണ്. കണക്ക് പറയേണ്ടവരാണ്. മാത്രല്ല, നമ്മൾ പ്രതികളാകും. എന്നാൽ നമ്മൾ ആ വ്യക്തിയെ നേടിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്നുണ്ട്, നീ നിന്റെ ജീവനെ നേടും. നമ്മുടെ നിത്യരക്ഷയ്ക്ക്, നിത്യജീവനെ ഇത് ആവശ്യമാണ്. ദൈവമക്കളെ, അവൻ മരിച്ചാൽ നീ നിന്റെ ജീവനെ, അവസാന വചനം വായിച്ച്, നീ നിന്റെ ജീവനെ രക്ഷിക്കും. നീ നിന്റെ ജീവനെ രക്ഷിക്കും. പൗലോസിന്റെ വാക്കുകൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിൽ പൗലോസ് ഇത് പറയുന്നുണ്ട്. 25-26 വചനങ്ങളിൽ. ആ വാക്യം കൂടി വേഗത്തിൽ ഒന്ന് വായിക്കാം. 25-26 വചനങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൽ എന്താ പൗലോസ് പറയുന്നത്? ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങളുടെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിൽ, അവന്റെ നാശത്തിന്, അവളുടെ നാശത്തിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കണം. എന്താ കാരണം? അടുത്ത വചനം 29-ാമത്തെ വചനം. എന്താ കാരണം? ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. ദൈവത്തിന്റെ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ദൈവത്തിന്റെ ആലോചന പറഞ്ഞു തന്നു. ദൈവത്തിന്റെ ഇഷ്ടവും തീരുമാനവും പറഞ്ഞു തന്നു. ഇത് സ്വീകരിക്കാൻ, അനുസരിക്കാൻ തയ്യാറാവാതെ തോന്നിയതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങൾ നശിച്ചു പോയാൽ, പോലീസിൽ പറയാണ്, നിങ്ങളുടെ നാശത്തിന്
ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ പ്രതിയല്ല. കർത്താവിന്റെ ജീവനെ രക്ഷിക്കും. ദൈവമക്കളെ, എത്ര അർത്ഥവത്താണ്. സാക്ഷികളായില്ലെങ്കിൽ പ്രതികളാകും. ഇത് ഹൃദയത്തിൽ കുറിച്ചിടണം. സാക്ഷികളായില്ലെങ്കിൽ പ്രതികളാകും. നമ്മൾ കർത്താവിനെ സാക്ഷ്യം നൽകിയ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കർത്താവ് ഏറ്റെടുക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കണ്ണുനീരിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങളിലെല്ലാം കർത്താവിൻ്റെ ഇടപെടലുണ്ടാവും. പരിശുദ്ധാത്മയുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെടും. നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. നമുക്ക് വേണ്ടി പീഡകൾ മാറ്റും. നമുക്ക് വേണ്ടി കർത്താവ് ചില വഴികളെ തുറന്നു തരും. അനുഗ്രഹത്തിന്റെ കലവറ നമുക്കായി ദൈവം തുറക്കും. വിശ്വസിക്കണം ദൈവമക്കളെ, വിശ്വസിക്കണം.